കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 5-ാം സർഗം ഉത്തരകാണ്ഡ 5-ാം സർഗം 39-ാമത്തെ രാമഗീതയിലത്തെ 39-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അപ്പോൾ നമ്മളത് പറഞ്ഞതൊന്ന് ചുരുക്കി പറയാം. ബുദ്ധിനിഷ്ഠാണ്, അതായത് സംസാരം. ആത്മനിഷ്ഠല്ല എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയുടെ വൃത്തികൾ, ബുദ്ധിവൃത്തികൾ എന്താ? ദ്വന്ദ്ങ്ങൾ. ഈ ദ്വന്ദ്ങ്ങൾ എന്തൊക്കെ അറിയോ? വല്ലവരോടും ഇഷ്ടം, വല്ലവരോടും ദേഷ്യം, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങൾ, അതൊക്കെയാണല്ലോ അത്. പിന്നെ സുഖം, ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ, ഓപ്പോസിറ്റ്സോട് കൂടിയിട്ടുള്ളതാണ് ഈ ബുദ്ധിവൃത്തികളെ. ആ ബുദ്ധിവൃത്തികളാണ് നമ്മുടെ ഈ സംസാരത്തിന് കാരണം. ആത്മനിഷ്ഠ അല്ലാന്ന്. എന്താ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സുഷുപ്തിയിലെ, അതായത് ഗാഠനിദ്രയിൽ നമ്മൾ ഒന്നും അറിയണില്ല. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കണില്ല, ബുദ്ധി പ്രവർത്തിക്കണില്ല, ദേഹമില്ല, ബുദ്ധി മനസ്സൊന്നും പ്രവർത്തിക്കണില്ല. പക്ഷെ എന്തൊരു ആനന്ദമാണെന്ന് നമ്മൾ വെളിച്ചാൻ വന്നിട്ട് ആ സുഖമായിട്ട് ഉറങ്ങി പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, സംസാരമില്ല ഗാഠനിദ്രയിലേ. അപ്പോൾ ബുദ്ധിവൃത്തികൾ ഇങ്ങോട്ട് ആയ അപ്പം നമുക്ക് സംസാരം തുടങ്ങി അല്ലേ? അതെന്ന് ഉണരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഗാഠനിദ്രയിൽ നമ്മൾ ആ പരമാത്മാവിനെ എന്നും രാത്രി നമ്മൾ ആനന്ദ സ്വരൂപനായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ രാവിലെ നമ്മളൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചിന്തകളുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ സുഖമായി ഉറങ്ങി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉറങ്ങണ സമയത്ത് സുഷുപ്തിയിൽ അനുഭവിച്ച ആനന്ദത്തിന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ അനുഭവം നമുക്ക് ഓർമ്മ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വേറൊന്നും പ്രവർത്തിക്കാത്തപ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്. നമ്മളെ ബുദ്ധിവൃത്തികൾ ഇല്ലാതിരുന്നാൽ നമുക്ക് ഈ ആനന്ദം അനുഭവിക്കണു അല്ലേ? ആ ബുദ്ധിവൃത്തികളാണ് സംസാരത്തിൻ്റെ കാരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് 39 നിർത്തിയത്. ഇനി നമുക്ക് 40 വായിക്കാട്ടോ. അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധിബിംബിതോ ജീവപ്രകാശോയമദ്മിതീര്യതേ ചിത ആത്മാധിയ സാക്ഷിതയാ പൃഥക് സ്ഥിതോ ബുദ്ധ്യാ പരിച്ഛിന്നപര സ ഏവ ഹി. അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധിബിംബിത, അതായത് ഈ അവിദ്യയും, അതായത് ഇഗ്നറൻസും, അനാദിയായിട്ടുള്ള ആ ഇഗ്നറൻസ്, അനാദ്യമില്ല അങ്ങനത്തെ ആ ബുദ്ധിന്ന് അല്ല, ആ വിദ്യ എന്നാണ് ബുദ്ധിയിൽ പ്രതിബിംബിച്ച എന്ത്? ചിതഃ പ്രകാശ, ആ ചിത്തിൻ്റെ പ്രകാശം. ജീവ ഇതി ഈര്യത, ജീവൻ എന്ന് പറയണം. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിച്ഛായയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് അതിൽ പറഞ്ഞത്. പരമാത്മാവ് ധിയസാക്ഷിതയ, ബുദ്ധിയുടെ സാക്ഷിയായിട്ട്. എന്നാൽ ആത്മാവോ അല്ല, ഈ ബുദ്ധിക്കും കൂടി സാക്ഷിയായിട്ട്. ഈ അവിദ്യന്ന് ഉത്ഭവിച്ച ബുദ്ധി എന്നാണ് നമ്മൾ ജീവാത്മാവേ. എന്നാൽ ഈ ബുദ്ധിക്ക് സാക്ഷിയായിട്ടാണ് പരമാത്മാവ്. പൃഥക് സ്ഥിത, വേറിട്ട് നിൽക്കണു. ബുദ്ധ്യാ പരിച്ഛിന്ന പരഹ, ബുദ്ധി കൊണ്ടുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന സയേവഹി, അവൻ തന്നെ നിശ്ചയം. അതായത് തത്വമസി മഹാവാക്യത്തിലത്തെ ഈ തദ് എന്നുള്ള പദം ഉണ്ടല്ലോ, അതിൻ്റെയും ത്വം എന്നുള്ള പദത്തിൻ്റെയും അർത്ഥത്തിനെ ഒന്നും കൂടിയും ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ ഈ അവിദ്യയിൽ നിന്നാണ് ബുദ്ധി ഉണ്ടാവണം. അവിദ്യ ചെന്ത ഇഗ്നറൻസ്, ബുദ്ധി അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമൊക്കെ അവിദ്യ എന്നാണ്. ഈ പരിപൂർണമായിരിക്കുന്ന ആ ചിത്തിൻ്റെ പ്രകാശം, അതായത് പരമാത്മാവിൻ്റെ പ്രകാശം ഈ ബുദ്ധിയിൽ പ്രകാശിക്കുകയാണ്. അതാണ് ജീവാത്മാവ്, അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ നിന്നുണ്ടാകുന്ന
ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന എന്ന് പറയാം, അല്ലെങ്കിൽ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ പ്രതിഫലിക്കുന്ന എന്ന് പറഞ്ഞാലും മതി. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാച്ചാൽ ബുദ്ധി ഉണ്ടാവുന്നത് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ എന്നാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിയിലാണല്ലോ അത് ഉണരുക, നമുക്ക് വിചാരം വരിക. അപ്പം അങ്ങനെയും പറയാം, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിയിലുള്ള പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറയാം. ആത്മാവ് ഈ അന്ധകരണത്തിൻ്റെ സാക്ഷിയാണ്, വേറെ നിൽക്കുകയാണ്, വേറിട്ട് നിൽക്കുകയാണ്. അതായത് ബുദ്ധിയും അന്ധകരണവും കാരണം ഉണ്ടാവുന്ന ഈ സംസാരത്തിൽ നിന്നൊക്കെ വിട്ടിരിക്കണ ആളാണ് പരമാത്മാവ്, ശക്തിയാണ് പരമാത്മാവ്. അതായത് ഈ പ്രതിബിംബത്തിനൊക്കെ, അതായത് ആരുടെ പ്രതിബിംബമാണ് ഈ ബുദ്ധിയിൽ പ്രതിഫലിക്കണേ, അത് ആ അന്ധകരണത്തിലല്ലേ ആ പ്രതിബിംബം ഉണ്ടാക്കുന്ന ആ അവിദ്യ എപ്പോഴാണ് നശിക്കുക? ജ്ഞാനോദിച്ചാൽ. അപ്പോൾ ജീവനില്ലാതെയായിട്ട് പരമാത്മാവ് മാത്രമാവും. അവിദ്യ നശിച്ചാൽ ചെണ്ട വിദ്യ ഉണ്ടായാൽ, അല്ലെങ്കിൽ ജ്ഞാനം ഉദിച്ചാൽ അജ്ഞാനം നശിക്കും. അപ്പോൾ അജ്ഞാനത്തിൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന ജീവാത്മാവ് ജ്ഞാനം ഉദിച്ചാൽ നശിച്ച പരമാത്മാവ് മാത്രം ആയിട്ട് നിൽക്കും, അല്ലേ? അപ്പോൾ ഈ നമ്മളെ അനാദിയായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ, അനാദിയായിട്ടുള്ള അവിദ്യയിൽ നിന്നുണ്ടാവുന്ന അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്നതിനെയാണ് ത്വം, നീയ് എന്ന് പറഞ്ഞത്. ത്വം എന്നുള്ള ഇത്. എന്നാലോ ആ പരമാത്മാവിനെ, ആ പ്രതിബിംബത്തിന് കാരണമായിട്ടുള്ള പരമാത്മാവിനെയാണ് തദ് എന്ന് പറഞ്ഞത്. അസിച്ചാൽ അത് രണ്ടും ഒന്നാവണമെന്ന്. എപ്പോ? അവിദ്യ നശിക്കുന്ന സമയത്ത് ഈ ത്വമ്മും തദ്ദും ഒന്നാവും. ശരിക്ക് തത്ത് ത്വം അസി, അതായത് ആ പരമാത്മാവും നീയും ഒന്നാണ്. പക്ഷെ എപ്പോഴാണ് വേറെ കാണപ്പെടണം വെച്ചാൽ, ഈ അവിദ്യയിൽ നിന്നുണ്ടാവുന്ന അന്ധകരണത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അവിദ്യ നീങ്ങിയാലോ, ജ്ഞാനോദിച്ചാലോ? ഇല്ല. അതാണ് വളരെ ഇത്. അല്ലെങ്കിൽ നമുക്കൊരു കണ്ണാടി വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ കുറച്ചൊരു ശരിയാവും. ഇത്ര എക്സാക്റ്റ് ആവില്ലെങ്കിൽ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, നമ്മളും ഉണ്ട് കണ്ണാടിയിൽ പ്രതിബിംബം ഉണ്ടല്ലോ, നമ്മൾ പരമാത്മാവാ വിചാരിച്ചോളൂ. കണ്ണാടി മായ, അല്ലെങ്കിൽ അവിദ്യ, അല്ലെങ്കിൽ അവിദ്യയിൽ നിന്നുണ്ടാവുന്ന അന്ധകരണം. അപ്പോൾ അതിനകത്ത് പ്രതിബിംബം കാണുന്ന ജീവാത്മാവ് വിചാരിച്ചോ. കണ്ണാടി മാറ്റിയാലോ ജീവാത്മാവില്ല, പിന്നെ നമ്മൾ ആ കണ്ണാടിയിലുള്ള പ്രതിബിംബം ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾ നിൽക്കണു, അത് പരമാത്മാവാന്ന് സങ്കല്പിക്കുക. ഈ കണ്ണാടി എന്നുള്ളത് അവിദ്യ എന്ന് പറയാം, അല്ലെങ്കിൽ അവിദ്യയിൽ നിന്നുണ്ടാവുന്ന അന്ധകരണമാണെന്ന് വിചാരിച്ചോളൂ. അപ്പം അതിൽ പ്രതിബിംബിക്കുകയാണ് നമ്മളെ, അതാണ് ജീവാത്മാവ്. അപ്പം കണ്ണാടിയിൽ കാണുന്ന നമ്മളാണ് ജീവാത്മാവ്. കണ്ണാടി അങ്ങോട്ട് മാറ്റിയാലോ അപ്പോൾ നമ്മൾ ആ ജീവാത്മാവ് ഇല്ലാതെയാവും, നമ്മൾ മാത്രമാവും. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം, നമ്മൾ മാത്രമാവില്ല. അതുപോലെയാണെന്നാണ് കൈൻഡ് ഓഫ് ഒരു പറയണത്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് അനാദ്യ വിദ്യോദ്ഭവ ബുദ്ധിബിംബിതോ ജീവപ്രകാശോയമതിര്യതേ ചിതഃ ആത്മാധിയ സാക്ഷിതയാ പൃഥക് സ്ഥിതോ ബുദ്ധ്യാ പരിച്ഛിന്ന പരസ്സ ഏവ ഹി. ഈ 41 ചിദ്ബിംബ സാക്ഷാത്മധിയാം പ്രസംഗതസ്ത്വേകത്ര വാസാദനലാക്തലോഹവദ് അന്യോന്യമധ്യാസവശാൽ പ്രതീയതേ ജഡാജഡത്വം ച ചിദാത്മചേതസാഹ. നോക്കി നോക്കാം. ചിദാത്മചേതസോ എന്ന് പറഞ്ഞാൽ ചിദാത്മാവിനും ചേതസ്സിനും തമ്മിലുള്ള അധ്യാസം, അതായത് പരസ്പരം ചിദാത്മാവും ചേതസ്സും ചിത്തവും കൂടിയിട്ടുള്ള അധ്യാസം കൊണ്ട് ജഡാജഡത്വം പ്രതീയത, ജഡമല്ലാത്തത് എന്ന ഭാവം നമുക്ക് തോന്നും. ചിൽബിംബ സാക്ഷാത്മധിയാം പ്രസംഗത, ചിദ്ബിംബമായ ജീവനും, ബിംബാണല്ലോ, പ്രതിബിംബാണല്ലോ ജീവൻ. നമ്മൾ പറഞ്ഞില്ലേ, ഇന്ദ്രിയങ്ങളോടുകൂടിയ ആത്മാവിനും മനസ്സിനും അന്ധകരണത്തിനും തമ്മിൽ ഉള്ള സംഘം, ചേർച്ച, ഏകത്ര വാസാൽ ഒരേടത്തിരിക്കുന്നതിനാൽ അനലാക്തലോഹവത്,
അതായത് അഗ്നിയുടെ അടുത്തിരിക്കുന്ന ലോഹം പോലെ അന്യോന്യധ്യാസം ഭവതി, പരസ്പരം അധ്യാസം ഉണ്ടാവുന്നു. ഇതെന്താ വെച്ചാൽ ഈ അന്ധക്കരണത്തിനും ജീവാത്മാവിനും അന്യോന്യം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇത് പ്രതീതി ഉണ്ടാവണം എന്നാണ് പറയണത്. അപ്പം നമുക്ക് നോക്കാം. അതായത് ഈ പിന്നെ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറഞ്ഞുവല്ലോ. മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും മനസ്സും, ഈ പ്രതിബിംബത്തിനൊക്കെ കാരണമായിട്ടുള്ള അന്ധകരണമാണ്. അന്ധകരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഈ മൂന്നിനും, അതായത് ജീവൻ, മനസ്സ്, അന്ധകരണം, ഈ മൂന്നിനും നമുക്ക് അത് ഒന്നാവണ സമയം എന്താ വെച്ചാൽ നമുക്കത് അതായത് ഉണ്ടെന്ന് തോന്നണ സമയത്താണ് ജീവനിലെ ജഡബുദ്ധിയും ജഡമായ ചേതസ്സിൽ ചേതനമെന്ന ബുദ്ധിയും അന്യോന്യം അധ്യാസമുണ്ട്. അതാണ്. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചാൽ അഗ്നിയിലിട്ടിട്ട് ഒരു ലോഹം അങ്ങോട്ട് പഴിപ്പിച്ചു വെച്ചോട്ടെ. അഗ്നിയിലിട്ട് പഴിപ്പിച്ച് ചൂടായിട്ടുള്ള ഒരു ലോഹത്തിന് അഗ്നി പോലെ തോന്നും ആ ലോഹം, ഇല്ലേ? ആ അഗ്നി കത്തണ പോലെ തോന്നും. അത്ര ചോപ്പാവൂലോ അത്ര നേരം ഇട്ടാലേ. അതേസമയം ഈ ലോഹത്തിന് അഗ്നിയായിട്ടും തോന്നും. അതാണ് അത്ര. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, പിന്നെ ചുട്ടുപഴുത്ത തീ പോലുള്ള ലോഹം എന്നും പറയാം, ലോഹത്തുമ്പിൽ കത്തുന്ന തീയാന്ന് തന്നെ തോന്നും. തീ അങ്ങനെ രണ്ടായിട്ടും തോന്നും, നമുക്ക് തോന്നാം. അതാണ് അഗ്നിയുടെ ധർമ്മം ലോഹത്തിനും ഈ മെറ്റലിനും, മെറ്റലിൻ്റെ ആ നീളത്തിലുള്ള പിന്നെ ഷേപ്പ് അതൊക്കെ അഗ്നിക്കും കാണും, അല്ലേ? ചുമന്നിങ്ങനെ ഇരിക്കും. അത് അഗ്നിയുടെ ധർമ്മം. ആ ചോപ്പും കത്തലും അഗ്നിയുടെ ധർമ്മം. കത്തണ പോലെ ചുട്ട് പിഴുക്കുമ്പോഴേ അഗ്നിയുടെ ധർമ്മമായിട്ടുള്ള കത്തൽ ലോഹത്തിനുണ്ടാ തോന്നും. ലോഹത്തിൻ്റെ ധർമ്മം എന്താ? ഒരു രൂപമൊക്കെ ഉണ്ടാ നീളത്തിലൊരിത്, അത് അഗ്നിക്കും കിട്ടും. അപ്പം അഗ്നിധർമ്മം ലോഹത്തിനും ലോഹധർമ്മം അഗ്നിക്കും കാണപ്പെടുന്ന പോലെയാണ് ഈ ചിത്തത്തിൻ്റെ ധർമ്മം ആയിട്ടുള്ള ജ്ഞാനം, അതായത് ഈ പരമാത്മാവിൻ്റെ ധർമ്മമായിട്ടുള്ള നമ്മുടെ ആത്മാവിൻ്റെ, ആ ജഡമല്ലാത്ത ആത്മാവിൻ്റെ ധർമ്മമായിട്ടുള്ള ജ്ഞാനം ചിത്തത്തിലും, ചിത്തത്തിൻ്റെ ധർമ്മം എന്താ? ജഡം, അല്ലേ? മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ജഡല്ലേ? അത് ആ ആത്മാവിലും. അപ്പോഴാണ് നമുക്ക് ദേഹാഭിമാനം ഉണ്ടാവണതേ. പരമാത്മാവിൻ്റെ ജ്ഞാനം ചിത്തത്തിലും, ചിത്തത്തിൻ്റെ ആ ജഡത്വം ഈ പരമാത്മാവിലും ആരോപിക്കുന്ന ആ അധ്യാസമാണ് ഉണ്ടാവണതെന്ന്. അതാണ് പറയണത്. അത് പിന്നെ എനിക്കിത് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. എനിക്ക് ആ ലോഹത്തിൻ്റെ അത് വളരെ ഇഷ്ടമായി. കാരണം ഒരു ലോഹം സാധാരണ നിലയ്ക്ക് ഒരു നീണ്ട ഒരു കഷ്ണം, ഇരുമ്പ് കഷ്ണം വിചാരിച്ചോളൂ, അതിനെ തീയിലിട്ട് പഴുപ്പിച്ചിങ്ങോട്ട് ഭയങ്കരമായിട്ട് പഴുത്ത് നിൽക്കുമ്പോൾ എന്തായി? തീ തന്നെ കത്തുക എന്ന് തോന്നാൻ തൊക്കണം അതിൻ്റെ കളർ. അപ്പം തീയിൻ്റെ ധർമ്മം അതിന് കിട്ടി. അതേസമയം ആ തീ ഇങ്ങനെ നീളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ആ ലോഹത്തിൻ്റെ, അതുപോലെയാണ് ഇതിനും തീയെ. ശരിക്കും തീ അങ്ങനെ അല്ലല്ലോ, തീയിന് രൂപമില്ലല്ലോ. രൂപമുണ്ട്, എന്തെങ്കിലും രൂപമുണ്ട്. ആ കത്തണേൻ്റെ രൂപമാണെന്ന് അർത്ഥം, അല്ലേ? എന്ത് കത്തണ, ഒരു കുഞ്ഞൊരു തിരി വെച്ചാൽ അതിൻ്റെ രൂപം, അല്ലേ? വലിയൊരു കൊള്ളി വെച്ചാൽ അതിൻ്റെ രൂപം. അപ്പം അതുപോലെ അപ്പം ആ തീയിൻ്റെ പിന്നെ അല്ല, ഈ ലോഹത്തിൻ്റെ ധർമ്മമാണ് ആ രൂപമൊക്കെ. അത് തീയിനും കിട്ടി. തീയിൻ്റെ ധർമ്മമായിട്ടുള്ള ആ ചുവപ്പ് നിറത്തിലുള്ള കത്തൽ ലോഹത്തിനും കിട്ടി. അതേപോലെയാണ് ഈ പരമാത്മാവിൻ്റെ ജ്ഞാനം ചിത്തത്തിലും, ചിത്തത്തിൻ്റെ ആ ജഡത്വം ഈ പരമാത്മാവിലും, ചിൽസ്വരൂപമായിട്ടുള്ള ആത്മാവിലും ആരോപിക്കുന്നതായ ഒരു പ്രൊജക്ഷൻ സംഭവിക്കും.
ഇതുകൊണ്ടാണ് നമുക്ക് ഈ സംസാരം ഉണ്ടെന്ന് തോന്നണതേ. അതാണ് ഈ ഈ പിന്നെ ഈ ജഡമായിട്ടുള്ള ശരീരമാണ് ആത്മാവെന്ന് തോന്നുകയാണേ. അതായത് നമുക്കിപ്പോൾ നോക്കൂ, ലോഹം ഇങ്ങനെ കത്തണ സമയത്ത് ലോഹമാണ്, അല്ല തീയാണ് ഈ ലോഹം എന്ന് തോന്നിയാൽ എങ്ങനെ ഇരിക്കും? അല്ലേ? ലോഹം അത് അങ്ങടും ഇങ്ങടും അതിന് ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് അങ്ങടും ഇങ്ങടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അതുപോലെയാണ് നമ്മൾ ശരിക്കും പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഇത് ഈ ചിത്തിൽ ഈ അജ്ഞാനത്തിൽ പ്രകാശിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജഡായിട്ടുള്ള ഈ പിന്നെ ഇത് ജഡായിട്ടുള്ള ചിത്തത്തിൻ്റെ ആ ധർമ്മമായിട്ടുള്ള ജഡത്വം നമ്മൾ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ശരിക്കും അത്രേ അർത്ഥമുള്ളൂ. എന്താ അറിയോ? ദേഹാഭിമാനം. ഞാൻ ആത്മാവാണെന്ന് മറന്നിട്ട് ആത്മാവിൻ്റെ സ്ഥാനത്ത്, ശരിക്കും ആത്മാവോടുണ്ട്, പക്ഷെ ആത്മാവിനെയാണ് മറിച്ചിട്ട് ആത്മാവിൻ്റെ സ്ഥാനത്ത് ഈ ജഡദേഹമാണ് ഞാൻ എന്ന് വിചാരിക്കണതാണ് ഉണ്ടാവണത്. അതിന് ഉദാഹരണം പറയുന്നതാണ്. ലോഹത്തിന് രണ്ട് ധർമ്മവും കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതാണ്. ഇതുകൊണ്ടാണ്, അതായത് ഈ ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് ഈ ജനന മരണ പ്രവാഹത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങേണ്ടി വരുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞത്. അല്ലേ? ലോഹത്തിൻ്റെ നീളം, ആ വീതി, ഇതൊക്കെ ആ ചുട്ടുപഴുത്ത ലോഹത്തുമ്പിൽ ആ അഗ്നി, അതുമ്പിലുള്ള അഗ്നി ഉണ്ടല്ലോ, ആ ചൂടിന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആ ലോഹത്തിൻ്റെ ഷേപ്പും വീതിയും അല്ല നീളവും ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ആ തീയ തോന്നുന്നത്. അല്ലേ? അങ്ങനെയല്ലേ തോന്നുക? അപ്പോൾ തീയിൻ്റെ ധർമ്മം ലോഹത്തിന് കിട്ടി, പിന്നെയോ ലോഹത്തിൻ്റെ ധർമ്മം തീയിനും കിട്ടി. അതാണത്. അങ്ങനെയാണ് തോന്നണമെന്നുള്ളതല്ലേ. ഇപ്പോൾ നീളത്തിലാണ് വീതിയിലാണ് കത്തണ തോന്നുമ്പോൾ എന്താ ചെയ്യണ? ലോഹത്തിൻ്റെ ധർമ്മം തീയിന് കൊടുത്തു. തീ ശരിക്കും ലോഹം കത്താതിരുന്നതല്ലേ. തീയിൻ്റെ ആ കത്തണ ധർമ്മം ലോഹത്തിനും കൊടുത്തു. അതുപോലെ പരമാത്മാവ് ഈ പ്രതിഫലനം കൊണ്ട് ജീവാത്മാവാകുമ്പോൾ എന്താ ഉണ്ടാവണം വെച്ചാൽ ഈ ജീവാത്മാവ് ജഡാണ്. ജീവാത്മാവല്ല, മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ജഡാണ്. എങ്കിലും അത് അതിൽ പ്രതിഫലിപ്പിച്ചിട്ട് എന്താ അപ്പം അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ ആത്മാവാണെങ്കിലും ആത്മാവാമെന്ന് വിസ്മരിപ്പിക്കുന്നു നമ്മളെ. ഇങ്ങനെ ജഡത്വം ആരോപിച്ചിട്ട് ഞാൻ ഈ ജഡമായ ദേഹമാണ്, ആത്മാവിനെ മറച്ചിട്ട് ഞാൻ ജഡായ ദേഹമാണെന്ന് അങ്ങോട്ട് ഉറച്ചിരിക്കുക. അങ്ങനെ ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ ജനനവും മരണവും. ഞാൻ ആത്മാവാണെങ്കിൽ ഒന്നുമില്ല. അപ്പം ജഡാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം മീൻസ് നമുക്ക് ഞാൻ ഈ ശരീരമാണെന്നുള്ള വിചാരമുള്ളിടത്തോളം കാലം നമുക്ക് ഈ ജനന മരണ പ്രവാഹത്തിൽ തിരിഞ്ഞും കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ചിദ്ബിംബ സാക്ഷാത്മധിയാം പ്രസംഗതസ്ത്വേകത്ര വാസാദനലാക്തലോഹവദ് അന്യോന്യമധ്യാസവശാൽ അങ്ങടും ഇങ്ങടും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ധർമ്മം കൈമാറുന്നുണ്ട്. അന്യോന്യമധ്യാസവശാൽ പ്രതീയതേ ജഡാജഡത്വം ചിദാത്മചേതസ. അജഡാണ്, ജഡമല്ല പരമാത്മാവേ, പക്ഷെ ജഡായിട്ട് കൽപ്പിക്കണം. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഗുരോഹോ സകാശാദപി വേദവാക്യത സംജാത വിദ്യാനുഭവോ നിരീക്ഷ്യതം സ്വാത്മാനമാത്മസ്ഥമുപാധിവർജിതം ത്യജേദശേഷം ജഡമാത്മഗോചരം. വേദവാക്യത, വേദവാക്യത്തിൽ നിന്നും, അതായത് ഈ മഹാവാക്യങ്ങളിൽ നിന്നും, ഗുരോഹോ സകാശാൽ, ഗുരുവിൻ്റെ അടുത്ത് നിന്നും, സംജാത വിദ്യാനുഭവ, വിദ്യയുടെ അനുഭവത്തോടുകൂടിയ ആൾ ഒരു ഗുരുവിൻ. കാരണം ജ്ഞാനം അനുഭവമായാൽ ആ ആത്മസ്ഥം, അതായത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നവനും ഉപാധിവർജിതം, ലിമിറ്റേഷൻ ഒരു ഉപാധിക്ക് അതീതൻ ആയവനും തമാത്മാനം നിരീക്ഷ, ആ ആത്മാവിനെ അറിഞ്ഞിട്ട്, അതായത് നമുക്ക് ജ്ഞാനം ഉദിച്ചാലേ ആത്മഗോചരം അശേഷം ജഡം, ഈ ആത്മാവിൻ്റെ വിഷയമായിരിക്കുന്ന സകല ജഡത്തിനെയും ത്യജേത് ഉപേക്ഷിക്കണം. എന്താ പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻ കൊണ്ട് തോന്നുന്ന ഈ
സംസാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെ ദേഹാഭിമാനം കൊണ്ട്, അതിനെ നശിപ്പിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, ആത്മജ്ഞാനം ഉദിക്കുക. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, അതായത് മഹാവാക്യങ്ങളൊക്കെ കേട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ഗുരു നല്ലോണം പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് മനനവും നിധിധ്യാസനവും കൊണ്ട് ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ നമ്മുടെ തന്നെ ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉപാധികൾക്കും അതീതമായിട്ടുള്ള ആ പരമാത്മാവിനെ അറിഞ്ഞിട്ട്, അതായത് അനുഭവമായിട്ട്, ഞാൻ ആത്മാവാണ് എന്ന അനുഭവമായിട്ട് ഈ ദേഹം മുതലായ സർവ ജഡായിട്ടുള്ള എല്ലാറ്റിനെയും വിട്ടിട്ട് നമ്മളിരിക്കണം. ആത്മാവിന് ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല. ആത്മാവാണ് ഞാൻ. ഈ ദേഹം ഒരു ജഡം, ഉണ്ടാവണു നശിക്കണു അത്രേ ഉള്ളൂ എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ട് ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ലോകവിഷയങ്ങളിലൊക്കെ ഉദാസീനനാവണം എന്ന് പറയുകയാണ്. വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പറയണത്. പക്ഷേ നമുക്ക് വായിച്ചിട്ട് വാക്കുകളെങ്കിലും മനസ്സിലാക്കാൻ നോക്കാം. കാരണം എന്താണെന്ന് പറയണ വെച്ചാൽ വെറും പ്രൊജക്ഷൻ കൊണ്ടാണ് നമുക്ക് ഈ സംസാരം, അതായത് ഞാൻ പ്രൊജക്ഷൻ കൊണ്ടാണ് എനിക്ക്, അതായത് മായയെ മറച്ച് മായയുടെ സ്ഥാനത്ത് ഈ ഞാനാണ് ജീവൻ എന്നുള്ള അതിനെ, അതുകൊണ്ടാണ് നമുക്ക് ഈ സംസാരം. അപ്പം അതിനെ മാറ്റാൻ എന്താ വേണ്ടത്? ഒറ്റ വഴിയുള്ളൂ. ഈ തത്വമസി മുതലായ അഹം ബ്രഹ്മാസ്മി മുതലായ മഹാവാക്യങ്ങളെ ഗുരുവിൽ നിന്ന് കേട്ട്, അതിൻ്റെ വിവരണമൊക്കെ ഗുരുവിൽ നിന്ന് കേട്ട് അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ മനനനിധിധ്യാസനം ചെയ്തിട്ട് ഉൾക്കൊണ്ടിട്ട് ഞാൻ ആത്മാവാണ് എന്ന അനുഭവമാകണം. അങ്ങനെ അനുഭവമാകണ സമയത്ത് നമുക്ക് നിഷ്പ്രയാസം ഈ പ്രപഞ്ചത്തിനെയും ജഡമായിട്ടുള്ള എല്ലാറ്റിനെയും ജഡമായിട്ടുള്ള നമ്മുടെ ദേഹത്തിനെയും പ്രപഞ്ചത്തിനെയും നമുക്ക് വളരെയധികം എളുപ്പം നമുക്ക് ഉപേക്ഷിക്കണം. അങ്ങനെ ആത്മാവിന് ഈ ജഡമായിട്ടുള്ള ദേഹം മുതലായ ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ നമ്മൾ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ പറ്റുമത് ലോക വിഷയങ്ങളിലൊക്കെ നമ്മൾ താല്പര്യം ഇല്ലാതിരിക്കണം എന്ന് പറയുകയാണ്. വളരെ വിഷമാണ്. ഇത് ഞാൻ വായിച്ചിട്ട് ഇന്നത്തെ നിർത്താം. ഗുരോഹോ സകാശാദഭിവേദവാക്യത സംജാത വിദ്യാനുഭവോ നിരീക്ഷ്യതം സ്വാത്മാനമാത്മസ്ഥമുപാധിവർജിതം ത്യജേത് അശേഷം ജഡമാത്മഗോചരം. അതാണ് ഇവിടെ നിന്ന് നിർത്താം. അതായത് ഉപാധികളില്ലല്ലോ, ഈ ആത്മാവിന് ഉപാധികളില്ല. അതുകൊണ്ടാണ് ഹൃദയത്തിലിരിക്കുന്നവനും ഒരു ലിമിറ്റേഷൻസും ഇല്ല, അല്ലേ? എല്ലാ ഉപാധികൾക്കും അതീതനുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരുവിൽ നിന്ന് അറിഞ്ഞ അനുഭവമാവണം. അറിഞ്ഞാൽ പോരാ, അനുഭവമാവുമ്പോൾ ഈ ദേഹത്തിലിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജീവൻ മുക്തനാണ്. ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ രമണ മഹർഷിയെ പോലെയോ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയോ ദേഹത്തിനെ അവഗണിക്കാം. ദേഹത്തിനെ മാത്രമല്ല, എല്ലാ വിഷയങ്ങളെയും ജഡമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെയും ദേഹത്തിനെയും പ്രപഞ്ചത്തിനെയും വിഷയങ്ങളെയും എല്ലാം അവഗണിക്കണം. അങ്ങനെ തന്നെ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഞാൻ എല്ലാ തെറ്റുകളും പൊറുക്കണേലോ. സമസ്താപരാധം ക്ഷമസ്വമേ.